ഹലോ മക്കളെ, വെൽക്കം ടു MS സൊല്യൂഷൻ. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ ഷനൂബ് സാറാണ്. എടാ, SSLC ജോഗ്രഫിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ ചെറിയ മാർക്ക് ചോദിക്കുന്ന എന്നാൽ ക്രിസ്പായി പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ് മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മക്കളെ ഫ്രം ദ റെയിനി ഫോറസ്റ്റ് ടു ദ ലാൻഡ് ഓഫ് പെർമാഫ്രോസ്റ്റ്, അഥവാ മഴക്കാടുകളിൽ നിന്നും മഞ്ഞുരുകാത്ത നാട്ടിലേക്ക്. ഇതിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രണ്ട് മേഖലയെക്കുറിച്ചാണ്. ഒന്ന് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയെക്കുറിച്ചും അഥവാ ഇക്വേറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനെ കുറിച്ചിട്ടും തുണ്ട്ര റീജിയനെ കുറിച്ചിട്ടുമാണ്. എടാ, വളരെ ഷോർട്ടാക്കിയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് മാത്രം എന്തൊക്കെ പോയിന്റുകൾ പഠിക്കുന്നു അത് മാത്രമേ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം ഷോർട്ടാക്കി പഠിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ശ്രദ്ധിച്ചോ, ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനെ കുറിച്ചാണ്. എടാ, ഈ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടേക്ക് ഏറ്റവും കൂടുതൽ സൺലൈറ്റ് വെർട്ടിക്കലായിട്ട് സൂര്യപ്രകാശം ലംബമായി പതിക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് ഇവിടെ ചൂട് കൂടുതലായിരിക്കും. ചൂട് കൂടിയ ഈ പ്രദേശങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ട് ഇവാപ്പറേഷൻ സംഭവിക്കാതെ ബാഷ്പീകരണം സംഭവിച്ചുകൊണ്ട് നല്ല രീതിയിൽ മഴ ലഭിക്കുന്നുണ്ട്. അവ ചൂടും കൂടുതലാണ്, മഴയും കൂടുതലാണ്. മക്കളെ നോട്ട് ചെയ്ത് വെക്കണം. ചൂട് കൂടി മഴ കൂടി, ഈ ചൂടും മഴയും കൂടിയ ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ എന്ത് ചെയ്യും, സസ്യജാലകൾ വളരും അഥവാ വെജിറ്റേഷൻ കൂടും. മക്കളെ, ഇതിന്റെ പ്രധാനപ്പെട്ട പോയിന്റുകളിൽ ഒന്നാമത്തെ ഹെഡിങ് ക്ലൈമാറ്റിക് ഫീച്ചേഴ്സ് ആണ്, കാലാവസ്ഥാ സവിശേഷതകളാണ്. ഞാനെൻ്റെ കട്ട് നോട്ട് എൻ്റെ ട്യൂഷനിലെ കുട്ടികൾക്ക് കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട നോട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ നൽകുന്നു. മക്കളെ പഠിച്ചു വെക്കുക. നമ്മുടെ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയുടെ സവിശേഷത എന്ന് പറയുമ്പോൾ ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹെവി റെയിൻഫാൾ ആർ എക്സ്പീരിയൻസ്ഡ് ത്രൂ ഔട്ട് ദ ഇയർ. വർഷം മുഴുവൻ സൂര്യപ്രകാശം എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഉയർന്ന താപനിലയും കനത്തമായും ലഭിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഇവിടുത്തെ വാർഷിക താപനില അല്ലെങ്കിൽ വാർഷിക ശരാശരി താപനില എന്ന് പറയുന്നത് 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. മക്കളെ, മീൻ ആനുവൽ ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ് ആണ്, മനസ്സിലാക്കി വെക്കുക. അതേപോലെ ഇവിടുത്തെ ആനുവൽ റെയിൻഫാൾ റേഞ്ചസ്, വാർഷിക മഴ എന്ന് പറയുന്നത് 175 മുതൽ 250 സെന്റിമീറ്റർ വരെയാണ്. പഠിച്ചു വെക്കണം മക്കളെ, ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഷോർട്ട് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അടുപ്പിച്ച് പഠിക്കുന്ന ഏരിയകളാണെന്ന് മനസ്സിലാക്കി വെക്കുക. മക്കളെ, ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ജനറലി വിന്റർ ഈസ് നോട്ട് എക്സ്പീരിയൻസ്ഡ് ഇൻ ദിസ് റീജിയൻ വൈ? മക്കളെ, പൊതുവെ ഇവിടെ ശൈത്യകാലം അനുഭവപ്പെടാറില്ല, കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം എന്താണ്, ദ ഹൈ റേറ്റ് ഓഫ് ഇൻസുലേഷൻ റിസീവ്ഡ് ഹിയർ കോസസ് ഹൈ ടെമ്പറേച്ചർ ത്രൂ ഔട്ട് ദ ഇയർ, സോ ദ റീജിയൻ ഡസ് നോട്ട് എക്സ്പീരിയൻസ് ദ വിന്റർ. മക്കളെ, മനസ്സിലാക്കി വെക്കുക. വർഷം മുഴുവൻ സൂര്യപ്രകാശം ലംബമായി പതിക്കുന്നതിനാൽ ഇവിടെ ഉയർന്ന താപനിലയ്ക്ക് കാരണമാകുന്നു. അതുകൊണ്ട് ഇവിടെ എന്ത് അനുഭവപ്പെടുന്നില്ല, വിന്റർ സീസൺ അഥവാ ശൈത്യകാലം അനുഭവപ്പെടുന്നില്ല. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ നമുക്കറിയാം, ചൂട് കൂടിക്കഴിഞ്ഞാൽ ഇവാപ്പറേഷൻ അഥവാ ബാഷ്പീകരണം സംഭവിക്കും, മഴ വരും. മക്കളെ നോക്കിക്കോ, ഉച്ചയ്ക്ക് ശേഷം ഇവിടെ സംവഹനമായി ലഭിക്കുന്നുണ്ട്. കൺവെൻഷണൽ റെയിൻഫാൾ ഒക്യൂർസ് ഇൻ ദ ആഫ്റ്റർനൂൺ. മക്കളെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ കൺവെൻഷണൽ റെയിൻഫാൾ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ മിതമായ താപനിലയും ക്രമേണ താപനില വൻതോതിൽ ഉയരുന്നതും ഉയർന്ന ബാഷ്പീകരണത്തിനും ഉച്ച കഴിഞ്ഞുള്ള സംവഹനമഴക്കും കാരണമാകുന്നു. ഇത്രയുള്ളടാ മക്കളെ, ശ്രദ്ധിച്ചു. ദ മോർണിംഗ് എക്സ്പീരിയൻസസ് മോഡറേറ്റ് ടെമ്പറേച്ചർ, ഗ്രാജുവലി ദ സിഗ്നിഫിക്കൻറ്റ് റൈസ് ഇൻ ടെമ്പറേച്ചർ കോസസ് ഹൈ എവാപ്പറേഷൻ ആൻഡ് ആഫ്റ്റർനൂൺ കൺവെൻഷണൽ റെയിൻഫാൾ. ഈ ഒരു സാധനം മക്കളെ നിങ്ങൾ നോക്കി വെക്കണം കേട്ടോ, നോക്കി വെക്കണം. രണ്ടാമത്തെ, ഇവിടെ ഒരു കിളിമാഞ്ചാരോ എന്ന് പറയുന്ന ആഫ്രിക്കയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മഞ്ഞുമൂടപ്പെട്ട പർവ്വതമാണെന്ന് പറയുന്നത് കിളിമാഞ്ചാരോ എന്ന് പറയുന്നത്. അവിടെ അടുത്തൊരു ടോപ്പിക് ഇവിടുത്തെ വെജിറ്റേഷൻ അഥവാ പ്രധാനപ്പെട്ട ടോപ്പിക് സസ്യജാലങ്ങളാണ്. അതിനെക്കുറിച്ച് ഒരുപാട് പോയിന്റുകൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടെങ്കിലും പ്രധാനമായിട്ട് നമ്മൾ എണ്ണി പൊറുക്കിയെടുത്ത 4 പോയിന്റുകളാണ് നിങ്ങൾക്ക് മുന്നിൽ വെച്ച് തരുന്നത്. എടാ, ദ ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹെവി റെയിൻഫാൾ ഇൻ ദിസ് റീജിയൻ പാവ് ദ വേ ഫോർ ലക്ഷോറിയന്റ് ഗ്രോത്ത്. ഒന്നുമില്ല മക്കളെ, നോക്കിക്കോ, ഉയർന്ന താപനിലയും കനത്ത മഴയും സമൃദ്ധമായ സസ്യ വളർച്ചയ്ക്ക് കാരണമാകുന്നു, ലക്ഷോറിയന്റ് ഗ്രോത്തിന് കാരണമാകുന്നു. ഇവിടെയുള്ള പ്രധാനപ്പെട്ട എവർഗ്രീൻ റെയിൻ ഫോറസ്റ്റ് ആർ ഫൗണ്ട് ഇൻ ദിസ് റീജിയൻ. ഈ ഭാഗത്തുള്ള നിത്യഹരിത വനങ്ങളെ നമ്മൾ വിളിക്കുന്ന പേര് സെൽവാസ് ആണ്, എസ്പെഷ്യലി ആമസോൺ തടത്തിൽ കാണപ്പെടുന്നത്. ഓക്കെ മക്കൾ നോക്കിക്കോടാ, നിത്യഹരിത മഴക്കാടുകൾ കാണപ്പെടുന്നു, ആമസോൺ തടത്തിൽ കാണപ്പെടുന്നത് നമ്മൾ വിളിക്കുന്ന പേര് സെൽവാസ് ആണ്. സെറ്റ് അല്ലേ? മൂന്നാമത്തെ പോയിന്റ്, ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എവർഗ്രീൻ ഫോറസ്റ്റ് അല്ലെങ്കിൽ എവർഗ്രീൻ ട്രീസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാടാ, എബണിയുണ്ട്, മഹാഗണിയുണ്ട്, സിങ്കോണയുണ്ട്, റോസ്വുഡ് ഉണ്ട്. അതായത് എബണി, മഹാഗണി, സിങ്കോണ, റോസ്വുഡ് തുടങ്ങിയവയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിത്യഹരിത വനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു 3 പോയിന്റ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. 4ാമത്തെ പോയിന്റ് ഓപ്ഷണലാണ്, ആവശ്യമെങ്കിൽ മാത്രം പഠിക്കുക. ഞാൻ അഡീഷണൽ ആയിട്ട് വെച്ചതാണ്. കാരണം എന്താ വെച്ചാൽ പഠിക്കുന്ന കുറച്ച് കുട്ടികളുണ്ടാവും, ഇത്ര പഠിച്ചാൽ മതിയോ, കിട്ടുമോ, മാർക്ക് കിട്ടുമോ, അവർക്ക് വേണ്ടി വെച്ച പോയിന്റാണ് 4ാമത്തെ പോയിന്റ്. നോക്കി വെക്കുക, നല്ല പോയിന്റ് തന്നെയാണ് കേട്ടോ. ഓക്കെ, അടുത്തതായിട്ട് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ ഇക്വറ്റോറിയൽ വെജിറ്റേഷൻ്റെ അല്ലെങ്കിൽ നിത്യഹരിത വനങ്ങളുടെ സവിശേഷതകൾ, ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒരുപാട് പോയിന്റ് ഇവിടെ എണ്ണി പറയുന്നുണ്ട്. അതിൽ സെലക്റ്റീവായ 4 പോയിന്റുകൾ നിങ്ങൾക്ക് മുന്നിലാണ് അവതരിപ്പിക്കുന്നു. മക്കളെ, ഇതിൽ നിന്നും 2 മാർക്ക് ചോദിക്കുന്ന ഒരു ഏരിയയും ഇതിലുണ്ട്, ഞാൻ പറഞ്ഞു തരാം മക്കളെ.
മക്കളെ. ഫസ്റ്റ് പോയിന്റ്, ദ മൾട്ടിപ്പിൾ പ്ലാന്റ് സ്പീഷീസ് കോ എക്സിസ്റ്റ് ഇൻ എ പെർട്ടിക്കുലർ ഏരിയ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിശ്ചിത പ്രദേശത്ത് അനേകം സസ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുമിച്ച് വളരുന്നുണ്ട്. എസ്പെഷ്യലി 200ഓളം സ്പീഷീസ് എന്ത് ചെയ്യുന്നുണ്ട്, വളരുന്നുണ്ടെന്ന് മനസ്സിലാക്കി വെക്കാം. രണ്ടാമത്, ദർ ഇസ് നോ പെർട്ടിക്കുലർ സീസൺ ഫോർ സീഡിങ്, ഫ്ലവറിങ്, ഫ്രൂട്ടിങ് ആൻഡ് ഷെഡിങ് ലീവ്സ്. മക്കളെ മനസ്സിലാക്കി വെക്കുക. വിത്ത് മുളക്കുന്നതിനോ അത് പുഷ്പിക്കുന്നതിനോ അതേപോലെ അതിൽ കായ്ക്കുന്നതെന്ന് വെച്ചാൽ പഴം പച്ചക്കറി കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിനോ അതേപോലെ ഇല പൊഴിഞ്ഞ് വീഴുന്നതിനോ പ്രത്യേകമായൊരു കാലമില്ല. അതേപോലെ മക്കളെ നോക്കി വെക്കുക. എവർഗ്രീൻ റെയിൻ ഫോറസ്റ്റ് ആർ നോൺ ആസ് ലങ്സ് ഓഫ് ദ വേൾഡ് ബിക്കോസ് ദേ അബ്സോർബ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് പ്രൊഡ്യൂസ് ഓക്സിജൻ അറ്റ് എ മാസീവ് റേറ്റ്. എന്ന് വെച്ചാൽ ഉയർന്ന അളവിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുകയും അതേപോലെ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ നമ്മൾ ഇവിടുത്തെ വനങ്ങളെ വിളിക്കുന്ന പേരാണ് ലങ്സ് ഓഫ് ദ വേൾഡ് അഥവാ ലോകത്തിന്റെ ശ്വാസകോശം എന്ന് വിളിക്കുന്നു. ഈ ഒരു സാധനം നോട്ട് ചെയ്തു വെക്കണേ, 2 മാർക്കിന് വരാൻ സാധ്യതയുള്ളതാണ്. മക്കൾ, അടുത്ത അവസാനത്തെ പോയിന്റ്, ഇത് ഓപ്ഷണലാണ്, ആവശ്യമെങ്കിൽ പഠിക്കുക. ദ ഫോറസ്റ്റ് ഹാവ് കനോപ്പീസ് ഫോംഡ് ബൈ ട്രീസ് ഓഫ് ഡിഫറെന്റ് ഹൈറ്റ്. മക്കളെ, സസ്യങ്ങളുടെ ഉയര വ്യത്യാസം അനുസരിച്ച് പല മേലാപ്പുകളായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നു. മക്കൾ, അടുത്തത് ഇവിടുത്തെ അഗ്രികൾച്ചർ ആണ്. ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ടോപ്പിക് കാണില്ലെങ്കിലും പല ഭാഗത്തിൽ നമ്മൾ കൂടിച്ചേർത്തുകൊണ്ട് വളരെ ഷോർട്ടാക്കി കൊടുത്തൊരു സാധനം. മക്കളെ, ഇക്വേറ്റോറിലുള്ള പ്രധാനപ്പെട്ട അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ അവർ ചെയ്യുന്ന പ്ലാന്റേഷൻ ക്രോപ്സ് ആണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്, കൃഷി ചെയ്യുന്നത് മനസ്സിലാക്കി വെക്കുക. പ്രധാനപ്പെട്ട വിള അഥവാ ക്രോപ്പ് എന്ന് പറയുന്നത് റബ്ബറും കൊക്കോയുമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന തോട്ടവിള അഥവാ പ്ലാന്റേഷൻ ക്രോപ്പ് എന്ന് പറയുന്നത് അതെന്തായിരിക്കും? യെസ്, ഒബ്വിയസ്ലി അത് റബ്ബർ ആണെന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അടുത്ത രണ്ടാമത്തെ കൾട്ടിവേഷൻ എന്ന് പറയുന്നത് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ആണ് അഥവാ സ്ഥാനമാറ്റ കൃഷിയാണ്. ഈ സ്ഥാനമാറ്റ കൃഷിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏതൊക്കെ വെച്ചാൽ മാനിയോക്ക് ഉണ്ട്, യാമുണ്ട്, മെയ്സ് ഉണ്ട്, ബനാന ഉണ്ട്, ഗ്രൗണ്ട് നട്ട് ഉണ്ട്. എന്ന് വെച്ചാൽ മരച്ചീനി, ചേന, ചോളം, വാഴ, നിലക്കടല. അത് ആ പ്രാസത്തിൽ പഠിച്ചു പോയാൽ മതി കേട്ടോ. ഓക്കെ, ഇനി ഇവിടെയുള്ള ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ അഥവാ സ്ഥാനമാറ്റ കൃഷി എന്ന് പറഞ്ഞാൽ എന്താ സംഭവം മക്കളെ? അതിന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ അഥവാ വെട്ടിച്ചുട്ട് കൃഷി എന്ന് വിളിക്കാറുണ്ട്. എന്നുവെച്ചാൽ ഇവിടുത്തെ ഗോത്ര വിഭാഗങ്ങൾ എന്ത് ചെയ്യുന്നു, ആദ്യം ഒരു കാർഡ് സെലക്ട് ചെയ്ത് അവിടെ സസ്യങ്ങൾ ചെയ്യുന്നു, വെട്ടി മാറ്റുന്നു എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. സ്ലാഷ് ഓഫ് ദ വെജിറ്റേഷൻ. രണ്ടാമത്തെ, വെട്ടിമാറ്റിയ സസ്യങ്ങൾ എന്ത് കത്തിക്കുന്നു, ബേണിംഗ് ഓഫ് വെജിറ്റേഷൻ. വെട്ടിമാറ്റിയ സസ്യങ്ങൾ ചെയ്യുന്നു, കത്തിക്കുന്നു. പിന്നീട് അവിടെ ചാരമാകുമ്പോൾ അവിടെ ഫെർട്ടിലിറ്റി കൂടും, അപ്പോൾ അവിടെ കൃഷി ചെയ്യുന്നു അഥവാ ഫാം ചെയ്യുന്നു. അങ്ങനെ കുറേ കാലം കഴിയുമ്പോൾ എന്ത് ചെയ്തു, ആ കാട് ഉപേക്ഷിച്ച് അവർ പോകുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ഇത് പറയുന്നത് സെക്കൻഡറി പാച്ച്. എടാ, ആ സെക്കൻഡറി പാച്ച് അവിടെ വീണ്ടും കാട് വളരുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് പറയുന്നത് ബെലുക്കർ എന്ന് വിളിക്കുന്നത്. ഈ ഒരു ടോപ്പിക് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ഇവിടുത്തെ ഏറ്റവും അവസാനത്തെ ഒരു ടോപ്പിക് ഹ്യൂമൻ ലൈഫ് അഥവാ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് മനുഷ്യജീവിതം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സ്പാർസ്ലി പോപ്പുലേറ്റഡ് റീജിയൻ. പൊതുവേ ജനവാസം കുറവാണ്. അതേപോലെ മക്കൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ദി ട്രൈബ്സ് ഏൺ ദെയർ ലൈവ്ലിഹുഡ് ബൈ ഹണ്ടിങ് ആനിമൽസ് ആൻഡ് ഗാദറിംഗ് നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ് ആൻഡ് ഫിഷിങ്. മക്കളെ, മൃഗങ്ങളെ വേട്ടയാടിയും കായ്ക്കനികൾ ശേഖരിച്ചും മത്സ്യബന്ധനം നടത്തിയിട്ടാണ് ഉപജീവനം ലൈവ്ലിഹുഡ് നടത്തുന്നത്, അവർ ജീവിച്ചു പോകുന്നത്. അതേപോലെ ദേ ഫോളോ പ്ലാന്റേഷൻ അഗ്രികൾച്ചർ ആൻഡ് ട്രഡീഷണൽ മെത്തേഡ് ഓഫ് ഷിഫ്റ്റ് കൾട്ടിവേഷൻ. ഇവർ പ്രധാനമായിട്ടും ഫോളോ ചെയ്തു പോകുന്നത് തോട്ടവിള കൃഷിയും പരമ്പരാഗത കൃഷി രീതിയായിട്ടുള്ള സ്ഥാനമാറ്റ കൃഷിയുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവരവിടെ ചെയ്യുന്നത്. അവസാനം ഇവർ താമസിക്കുന്നത് എങ്ങനെയാണ് അതുകൂടെ അറിഞ്ഞിരിക്കണ്ടടാ. ദേ ആർ ലൈവ് ഇൻ ഹൗസസ് ബിൽറ്റ് വിത്ത് വുഡ് ആൻഡ് സ്റ്റോൺ. മക്കളെ, കല്ലുകൊണ്ടും മരം കൊണ്ടും നിർമ്മിച്ച ഓലമേഞ്ഞ വീടുകളിലാണ് ഇവർ താമസിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം കഴിഞ്ഞാൽ മനുഷ്യ ജീവിതം അതായത് ഹ്യൂമൻ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം ഉൾക്കൊള്ളിച്ചതാണിത്. അപ്പോൾ ഇത് മതി. ഇനി ഇവിടുത്തെ ഗോത്ര വിഭാഗങ്ങളുണ്ട്. ഏതാണ് ഗോത്ര വിഭാഗങ്ങൾ അഥവാ ട്രൈബൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആഫ്രിക്കയിൽ കാണപ്പെടുന്നത് പിഗ്മിയാണ്, ആമസോൺ തടത്തിൽ കാണപ്പെടുന്നത് ഇന്ത്യൻ ഗോത്രമാണ്, മലേഷ്യയിൽ കാണപ്പെടുന്നത് ഒറാങ് അസ്ലിയാണ്. ഇതും നിങ്ങൾക്ക് എന്ത് ചെയ്യണം, സെറ്റാക്കി കൊടുക്കണം. ചിലപ്പോൾ എന്ത് ചെയ്യാം, മാച്ച് ദ ഫോളോയിങ് ഒക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ചോദ്യം വരാം. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അവസാനം നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരൊറ്റ ടോപ്പിക്ക്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്ക്, ഇവിടുത്തെ ചലഞ്ചസ് അഥവാ വെല്ലുവിളികൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ 3 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണിത്. ഓക്കെ, പക്ഷേ ഞാൻ 4 മാർക്ക്, നമുക്കൊരു 1.5 പേജിൻ്റെ ടോപ്പിക്കാണിത്. 4 പോയിന്റിലേക്ക് ഞാൻ ചുരുക്കിയിട്ടുണ്ട്. ദ മോയിസ്റ്റ് ക്ലൈമറ്റ് കോസസ് ദ വൈഡ് സ്പ്രെഡ് ഓഫ് ഡിസീസസ്. ഈർപ്പമുള്ള കാലാവസ്ഥ നിന്ന് രോഗങ്ങളുടെ വ്യാപനത്തിന് കാരണമാകുന്നുണ്ട്. കണ്ടോ, ഈർപ്പമുള്ള കാലാവസ്ഥയാണ്, ഒരുപാട് കീടാണുക്കൾ ഇവിടെ ഉണ്ട്. അതെന്ത് ചെയ്യാറുണ്ട്, ഡിസീസസിന് അഥവാ രോഗങ്ങൾ പരത്തുന്നതിന് കാരണമാകുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ് നോക്കിക്കോ, ഡെൻസ് ഫോറസ്റ്റ് ഹിൻഡേഴ്സ് ഡെവലപ്മെന്റ്. ഇടതൂർന്ന വനങ്ങൾ എന്ത് ചെയ്യുന്നത്, വികസനത്തിന് തടസ്സമാകുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇതിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ഫുള്ള് മരങ്ങളാണ്. അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കഴിയൂല, അത്രയും തിക്കായിട്ടുള്ള കാടാണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതെന്ത് ചെയ്യും, ഈ ഡെൻസ് ഫോറസ്റ്റ് ഹിൻഡേഴ്സ് ഫോർ ദ ഡെവലപ്മെന്റ്, അവിടെ വികസനങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. അടുത്ത 3ാമത്തെ പോയിന്റ്, വൈൽഡ് ആനിമൽസ് ആൻഡ് ഡിസീസ് സ്പ്രെഡിംഗ് ഇൻസെക്ട്സ് പോസ് എ ത്രെറ്റ് ഓഫ് ലൈഫ്. മക്കൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഇവിടെ വൈൽഡ് ലൈഫ് ഉണ്ട്, ആനുണ്ട്, വേറെന്തോ പോത്തോ വേറെന്തോ പന്നിയോ അങ്ങനത്തെ സാധനങ്ങളുണ്ട്, അങ്ങനെ കുറേ ഇൻസെക്ട്സ് ഉണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യാറുണ്ട്, മനുഷ്യന്മാരുടെ ജീവൻ എന്ത് ചെയ്യാറുണ്ട്, ബാധിക്കുന്നുണ്ടെന്ന് എന്ത് മനസ്സിലാക്കി വെക്കുക. അവസാനത്തെ പോയിന്റ്, ലാക്ക് ഓഫ് ബേസിക് ഫെസിലിറ്റീസ് ആൻഡ് മോഡേൺ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. മക്കളെ, ആധുനിക ആശയവിനിമയ സംവിധാനമോ അല്ലെങ്കിൽ അടിസ്ഥാനമായ സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. മക്കൾ നിങ്ങൾ ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇവിടെ എന്ത് ടവർ ഉണ്ട്, ഈ ടവറൊന്നും അവിടെ ഉണ്ടാവില്ല, ഈ വീടൊന്നും എന്തില്ല അവിടെ ഇല്ല എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കട്ടോ. ഇത് തെറ്റിടാൻ വേണ്ടി മാത്രം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയാണ്, ഞാൻ ജമിനി വെച്ചുണ്ടാക്കിയ ചിത്രമാണ്. മക്കളെ മനസ്സിലാക്കി വെക്കുക.
വെക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞാൽ എന്ത് ചെയ്തു, ഈ ഒരു ഇക്വേറ്റോറിയൽ വളരെ സിമ്പിളായി എക്സാമിന് എന്താ വേണ്ടത് പഠിച്ചു വെച്ചു. ഇനി അടുത്ത ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ പറയണം അത് തുണ്ട്ര റീജിയൻ ആണ്, മഞ്ഞ് പർവ്വതങ്ങളൊക്കെ കാണപ്പെടുന്നത്, മഞ്ഞാൽ കാണപ്പെടുന്ന ഏരിയ ആണ്. മക്കളെ ഇതിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത് 2 തരം തുണ്ട്രയുണ്ട്. എന്താണ്? ആർട്ടിക് തുണ്ട്രയും ആൽപൈൻ തുണ്ട്രയും. ആർട്ടിക് തുണ്ട്ര എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പാർട്ട് ലൊക്കേറ്റഡ് ടു ദ നോർത്ത് ടൈഗ, ടൈഗയുടെ വടക്ക് ഭാഗത്ത്. മക്കളെ ടൈഗയുടെ വടക്ക് ഭാഗത്തായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. എന്തേ മനസ്സിലാക്കി വെക്കുക. എന്നാൽ എന്താണ് ഈ ആൽപൈൻ തുണ്ട്ര എന്ന് പറഞ്ഞാൽ മക്കളെ നമ്മൾ ഇന്ത്യയിലൊക്കെ ആണെങ്കിലും ഉയരം കൂടിയ പർവ്വതങ്ങളുടെ ഭാഗത്ത് കാണപ്പെടുന്ന ഈ മഞ്ഞ് മേഖലയും അവിടെയുള്ള ഈ ഭാഗത്തെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് ആൽപൈൻ തുണ്ട്ര എന്ന് വിളിക്കുന്നത്. അത് മക്കൾ മനസ്സിലാക്കി വെക്കുക. ഇത് ഒക്കെ എക്സാമിന് അങ്ങനെ ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ഇതാ നോക്കിക്കോടാ, ക്ലൈമാറ്റിക് ഫീച്ചേഴ്സ് ചോദിക്കാം. മക്കളെ ഇവിടുത്തെ ക്ലൈമറ്റിന്റെ പ്രത്യേകത എന്താണ്? മക്കളെ ഷോർട്ട് സമ്മേഴ്സ് ആൻഡ് ലോങ് വിന്റേഴ്സ് ആർ എക്സ്പീരിയൻസ്ഡ് ഇൻ ദിസ് റീജിയൻ. മക്കളെ ചുരുങ്ങിയ വേനൽക്കാലവും ദീർഘമായ ശൈത്യകാലവുമാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഓക്കെ, ദീർഘമായ ശൈത്യം എന്ന് പറയുമ്പോൾ നല്ല മഞ്ഞുവീഴ്ച ഉണ്ടാവും, സ്നോഫാൾ ഉണ്ടാവും. അതുകൊണ്ട് സമ്മർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, വേനൽക്കാല താപനില എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചില ആഴ്ചകളിൽ മാത്രമേ എത്താറുള്ളൂ. എന്നാൽ വിന്റർ ടെമ്പറേച്ചർ അഥവാ ശൈത്യകാല താപനില എന്ന് പറയുന്നത് മക്കളെ നിങ്ങൾ നോക്കണം -30 ഡിഗ്രി സെൽഷ്യസ് ആണുള്ളത്. സെറ്റ് അല്ലേടാ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടുത്തെ വിന്റർ പ്രസിപ്പിറ്റേഷൻ അഥവാ ശൈത്യകാല വർഷം എന്ന് പറയുന്നത് മഴയല്ല, മഞ്ഞാണ്, മഞ്ഞ് വീഴ്ചയാണ്, സ്നോഫാൾ ആണ്. ഇവിടുത്തെ ശക്തിയേറിയ ഹിമക്കാറ്റുകൾ അഥവാ നമ്മൾ ഇവിടുത്തെ സ്ട്രോങ് സ്നോ സ്റ്റോംസിനെ വിളിക്കുന്നവരാണ് ബ്ലിസാർഡുകൾ എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്തായിരിക്കും? 6 മാസം രാത്രി 6 മാസം പകലും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി നോക്കുക, പോളാർ നൈറ്റും കാര്യങ്ങളൊക്കെ കാണപ്പെടുന്നുണ്ട്. പിന്നെ അറോറ അല്ലെങ്കിൽ നോർത്തേൺ ലൈറ്റ്സ് എന്ന് വെച്ചാൽ ധ്രുവദീപ്തി അല്ലേ, എന്ന് വെച്ചാൽ ആകാശത്തിൽ വർണ്ണ പ്രതിഭാസങ്ങളൊക്കെ ഇവിടെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട സവിശേഷതയാണ് മക്കൾ മനസ്സിലാക്കി വെക്കുക. അതേപോലെ ഇവിടുത്തെ വെജിറ്റേഷൻ എന്ന് പറയുമ്പോൾ വളരെ കുറച്ച്. ഇവിടെ ഈ മഞ്ഞുള്ളടത്തൊക്കെ നല്ല കാട് വളരുമോ? ഇല്ല, വെജിറ്റേഷൻ പൊതുവെ കുറവാണ്. നാച്ചുറൽ വെജിറ്റേഷൻ ഈസ് സ്കാൻഡി. കാരണം എന്താ? ഡ്യൂ ടു ഇൻസഫിഷ്യൻറ്റ് സൺലൈറ്റ് ആൻഡ് ലോങ് വിന്റർ, ദീർഘമായ ശൈത്യവും അതേപോലെ സൂര്യപ്രകാശത്തിന്റെ ലഭ്യത കുറവും കാരണം ഇവിടെ പൊതുവെ സസ്യങ്ങൾ എന്താണ്? കുറവാണ്. എന്നാൽ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സസ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ മോസസ്, ലൈക്കൺസ്, സെഡ്ജസ് ആൻഡ് ബുഷസ്. ഏതൊക്കെയാണ്? പായലുകളുണ്ട്, ലൈക്കണുകളുണ്ട്, സെഡ്ജുകളുണ്ട്, കുറ്റിച്ചെടികളുണ്ട്. അതേപോലെ ഇവിടുത്തെ കുറച്ച് ആനിമൽസിനെ കണ്ടങ്ങൾ. ഈ ആനിമൽസിന്റെ പ്രത്യേകത എന്താ? നല്ല തൊപ്പയുണ്ട് അല്ലേ? ഇത് നമുക്ക് ആവശ്യമുണ്ട്, ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇവിടുത്തെ ഹ്യൂമൻ ലൈഫ്, ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ചിലപ്പോൾ കമ്പയർ ചെയ്തുകൊണ്ട് വരാം. ഇവിടുത്തെ ലൈവ്ലിഹുഡ് അഥവാ ഉപജീവനത്തെക്കുറിച്ച് നോക്കി വെക്കണം. ഇറ്റ് ഈസ് എ സ്പാർസ്ലി പോപ്പുലേറ്റഡ് റീജിയൻ. പൊതുവെ ജനസംഖ്യ എന്താണ്? കുറവാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഹണ്ടിങ് ആൻഡ് ഫിഷിംഗ് ആർ ദ മേജർ ലൈവ്ലിഹുഡ് ഓഫ് ദ പീപ്പിൾ. മക്കളെ ശ്രദ്ധിക്കുക, വേട്ടയാടലും മത്സ്യബന്ധനവുമാണ് പ്രധാനപ്പെട്ട ഉപജീവന മാർഗം എന്ന് പറയുന്നത്. എടാ, ഈ വേട്ടയാടി മൃഗങ്ങൾ എന്ത് ചെയ്യാറോ? ഭക്ഷണത്തിന് വേണ്ടിയിട്ടും വസ്ത്രങ്ങൾക്ക് വേണ്ടിയിട്ടും ആയുധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യാറുണ്ട്? അവർ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ വസ്ത്രങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഈ തൊപ്പ ഉണ്ടായതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അവർ കമ്പിളി പുതപ്പുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതേപോലെ ഇവർ താമസിക്കുന്ന ഇഗ്ലൂകളിലാണ്, ഇങ്ങനെയുള്ളൊരു വീടുകളിലാണ് താമസിക്കുക, ഐസ് കൂട്ടിച്ച് വീടുകളാണ് താമസിക്കുന്നത് മനസ്സിലാക്കി വെക്കുക. എന്നാൽ വേനൽക്കാലം സമ്മർ ആകുമ്പോൾ എന്ത് ചെയ്യുന്നു? പോർട്ടബിൾ ടെൻറ്റുമായിട്ട് എന്ത് ചെയ്യും? അവർ മൈഗ്രേറ്റ് ചെയ്ത് കുടിയേറി പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിന് നോട്ടൊക്കെ കിട്ടണമെങ്കിൽ, വളരെ ഷോർട്ടായി നോട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ചാനലിലുള്ള വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ വളരെ ക്രിസ്പായിട്ടുള്ള എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിച്ചിരിക്കേണ്ട ഈ നോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും? കിട്ടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അടുത്ത മക്കളെ ഇവിടുത്തെ ട്രൈബൽ ഗ്രൂപ്പ് അഥവാ ഗോത്ര വിഭാഗം എന്ന് പറയുമ്പോൾ നിർബന്ധമായിട്ട് ഇവരെ പഠിച്ചു വെക്കണം. കാരണം നമുക്ക് ചേരുമ്പടി ചേർക്കുക അല്ലെങ്കിൽ മാച്ച് ഓഫ് ഫോളോയിങ് എന്ന് പറയുമ്പോൾ ഈ 2 ആൾക്കാരെ എന്ത് ചെയ്യാറുണ്ട്? ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇത് രണ്ടിലും ഒരു സ്ഥലമല്ലേ ഉള്ളൂ. അപ്പോൾ ആ കാര്യം കൂടി എന്ത് ചെയ്യുക മക്കൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം. ഇനി ഇവിടുത്തെ അവസാനത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മോഡേൺ ചേഞ്ചസ് അഥവാ ആധുനിക മാറ്റങ്ങളാണ്. എടാ, ഇവിടെ യൂറോപ്യന്മാർ വന്ന സമയത്ത് 60 കൊല്ലം മുമ്പ് യൂറോപ്യന്മാർ വന്നപ്പോൾ ഇവിടെ ലൈഫിൽ പ്രധാനമായിട്ടും 3 ഇൻഫ്ലുവൻസ് നടന്നത്. ഒന്നെന്താടാ? ദേ ലൈവ് ഇൻ മോഡേൺ ഹൗസസ് വിത്ത് അമാനിറ്റീസ് ഇൻ കോസ്റ്റൽ ഏരിയാസ്. തീരപ്രദേശങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആധുനിക സൗകര്യങ്ങളോടുള്ള വീടുകൾ അവിടെ നിന്ന് താമസിക്കുന്നുണ്ട്. രണ്ടാമത് ദേ യൂസ് സ്പീഡ് ബോട്ട് ഫോർ ഫിഷിംഗ് ഇൻസ്റ്റെഡ് ഓഫ് കയാക്കുകൾക്ക് പകരം മത്സ്യബന്ധനത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അവർ സ്പീഡ് ബോട്ടുകൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എസ്കിമോ ചിൽഡ്രൻ അറ്റൻഡ് മോഡേൺ സ്കൂൾസ് ടു പ്രിപ്പയർ ഫോർ എ മോഡേൺ ലൈഫ്. എടാ, എസ്കിമോകളുടെ കുട്ടികൾ ആധുനിക ജീവിതത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങാൻ വേണ്ടിയിട്ട് മോഡേൺ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട്. മക്കളെ 3 മാർക്കാണെങ്കിൽ 3 പോയിന്റ്. ഇതിനപ്പുറം ഇതൊരു ചോദ്യമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ സെറ്റാക്കിയിരിക്കുന്നു. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. മക്കളെ ഇതിൻ്റെ അഭിപ്രായം എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.